കോൺഗ്രസിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഇത് തന്നെ വളരെ വളരെ വ്യാജമായ പ്രസ്താവനകളും വ്യാജമായ ആരോപണങ്ങളും ഉന്നയിച്ച് ഒരു വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും അതിന് മുൻപന്തി നിൽക്കുന്നയാൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് നേമത്ത് UDF വോട്ട് ഇന്ത്യക്ക് എത്രയോ ചെറിയ ശതമാനമാണ് സുരേന്ദ്രൻപിള്ള എന്ന് UDF നിൽക്കുമ്പോൾ കിട്ടിയത്. അതെ അതെ. അപ്പോൾ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള സാഹചര്യം കൃത്യമായി ഒരുക്കി കൊടുത്തത് നമ്മൾ കോൺഗ്രസ്. ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും ശരീരഭാഷയിൽ സൂക്ഷിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത കാലത്ത് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും 100 കണക്കിന് വീട് വെക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അന്ധമായ ഇടതുപക്ഷം. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് ശക്തിയില്ലാതെ ഇന്ത്യ രാജ്യത്ത് കഴിയുകയില്ലെന്ന് അവരുടെ വലിയ നേതാക്കൾക്കൊക്കെ അറിയാം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്ഥാനാർത്ഥികളായി 2 വർഷത്തും ആര് എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ 3 വർഷത്തും ആര് എന്നൊക്കെ ഉള്ളതിന് ഏതാണ്ടൊരു ധാരണയായിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഇവിടെ പ്രധാനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്ന ഈ വരുംകാല കേരളം എങ്ങനെയായിരിക്കണം, അതിനെ പറ്റിയിട്ടുള്ള ഒരു നാടിൻ്റെ സങ്കല്പം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് ആ അജണ്ടയിൽ നിന്ന് ഇപ്പോൾ മാറുക. നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ച പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും മാറും. സത്യത്തിൽ അതൊരു ജനവഞ്ചനയാണ്. കാരണം ഇനിയുള്ള 5 വർഷം, പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതിലെ ഓരോ ദിവസവും കാലത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് നൽകുന്ന സംഭാവനകൾ അത് വൈവിധ്യമായ രീതിയിലുള്ളതാണ്. അത്തരം ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ഒരു വികസനത്തെ പറ്റിയിട്ടുള്ള, നാളത്തെ കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള, നാളത്തെ നമ്മുടെ ജനതയ്ക്ക് എന്തെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം, എന്തെല്ലാം ഉണ്ടാവരുത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആ ചർച്ചകളിൽ നിന്ന് പെട്ടെന്ന് കേരളത്തിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഒരു ഡീലിൻ്റെ ചർച്ച തുടങ്ങുന്നത്. സാധാരണ അത് തോറ്റ് കഴിയുമ്പോഴാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തവണ ഒരു മുൻകൂർ ജാമ്യം പോലെ കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് ഡീല് വന്നിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയില്ല. കാരണം എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഒരു ഡീലിനെ പറ്റി പറയാൻ പറ്റുന്നവരല്ല. അതും BJP ഇടതുപക്ഷ ബന്ധം എങ്ങനെ പറയാൻ പറ്റും? BJPക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നത് അയോധ്യയിലാണ്. അത് വളരെ നേരത്തെ തുറന്നു. 1986 അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവിടെ പ്രാർത്ഥന നടത്താൻ, പൂജ നടത്താനുള്ള അനുവാദം കൊടുത്തപ്പോൾ തുറന്നതാണ് ആ പ്രശ്നം. അത് കഴിഞ്ഞ് ബാബറി മസ്ജിദ് പൊളിച്ചു കളയുമ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നും ഇവിടുന്ന് ഇഷ്ടികയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ആളുകൾ പോവുകയും അവിടെ എത്തി തകർക്കുമെന്ന് എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും, എല്ലാ അധികാരവും കയ്യിലിരുന്നിട്ടും, ലോകത്തിലെ ഏറ്റവും വലിയ കരസേന കയ്യിലിരുന്നിട്ടും ആ കർഷകരെ തടയാൻ തയ്യാറാവാതിരുന്ന പ്രധാനമന്ത്രി ഇതേ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിൽ അന്ന് BJPയുടെ കൃത്യമായ അജണ്ടയ്ക്ക് ഒരു സമുദായം പ്രാർത്ഥന നടത്തിയിരുന്ന ദേവാലയം തകർക്കാനുള്ള അജണ്ട, അതുമായി BJPയും RSSും മുന്നോട്ട് പോയപ്പോൾ അതിന് കൂട്ടുനിന്നുവെന്ന് മാത്രമല്ല, അതിന് സർവ്വസഹായവും കൊടുക്കുന്ന രീതിയിൽ ഒരക്ഷരം പോലും എതിർത്ത് 18 ഭാഷകൾ അറിയുന്നൊരു പ്രധാനമന്ത്രിയായിരുന്നു അന്നെന്ന് ഓർക്കണം. ഒരു ഭാഷയിലും അദ്ദേഹം അരുതെന്ന് പറഞ്ഞില്ല. ഇന്ത്യയുടെ കരസേന അങ്ങോട്ട് പോയില്ല. ഒരു പോലീസുകാരൻ പോലും അങ്ങോട്ട് പോകുന്നത് ഉറപ്പുവരുത്താതിരുന്ന കോൺഗ്രസ്സാണ് BJPയുമായി ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ ഒരുമിച്ച് നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ പെട്ടെന്ന് പറയുകയാണ്, പാലക്കാട് ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഡീല് വന്നു. അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, അതിന് പറയുന്ന ആക്ഷേപം എന്നാണെന്നറിയാവോ? പാലക്കാട് സ്ഥാനാർത്ഥി അത് വിരോധാഭാസമാണ്. അതെ, പാലക്കാട് സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അടുത്ത വാചകമോ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ, കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ LDF നിർത്തും എന്ന് കാണുമ്പോൾ ഒരു ഭാഗത്ത് അത് ഡീലാന്ന്, അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും വേണുഗോപാലിനും സതീശനും മാത്രമേ കഴിയത്തുള്ളൂ.
എന്താ ബൈജു അത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബൈജു കുറച്ച് കാലവും കൂടി ഈ AER പോലത്തെ വലിയ സ്ഥാപനത്തിലേക്ക് ഇരുന്നുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ വിവരം ഉണ്ടാകുമല്ലോ. അല്ല അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് വളരെ ആസൂത്രിതമാണ്. കാര്യം കോൺഗ്രസിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഇത് തന്നെ വളരെ വളരെ വ്യാജമായ പ്രസ്താവനകളും വ്യാജമായ ആരോപണങ്ങളും ഉന്നയിച്ച് ഒരു വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും അതിന് മുൻപന്തി നിൽക്കുന്നയാൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് യാതൊരു എന്താ പറയണ്ടേ മടിയുമില്ല ഇങ്ങനെ വ്യാജ പ്രസ്താവനകൾ നടത്തുന്നതിൽ, വ്യാജമായ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ്. നിർഭാഗ്യവശാൽ കെ കരുണാകരനെയും AK ആൻ്റണിയെയും ഒക്കെ പോലുള്ള രമേശ് ചെന്നിത്തല വരെയുള്ള വലിയ തീർച്ചയായിട്ടും ആ പ്രതിപക്ഷ നേതാവായിട്ട് നന്നായിട്ട് ശോഭിച്ച നേതാക്കളിരുന്ന ഒരു കസേരയിലിരുന്നുകൊണ്ട് വളരെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കനകോലു എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പിന്നെ സതീശനൊക്കെ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വളരെ ഇപ്പോൾ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ മാതിരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം വികസനത്തിൻ്റെ അജണ്ട മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക വോട്ടർമാർ ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന മനസ്സിലാക്കിയിട്ടാണ് അത് വഴിതിരിച്ചുവിടുന്നത്. ഇതുവരെ അവർക്കൊരു സ്വർണ്ണ കൊള്ള എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏശുന്നില്ല എന്ന് ഡേ ബൈ ഡേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി വളരെ വൈരുദ്ധ്യമാണ്. ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് പറയുക, അതേസമയം കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കുമെന്ന് പറയുക. മാത്രമല്ല ഇതിനകത്തൊരു മതത്തിൻ്റെ പ്രശ്നമുണ്ട്. മുസ്ലിം കാൻഡിഡേറ്റാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ നേരത്തെ ആ സീറ്റിൽ മത്സരിച്ചത് എങ്ങനെയായിരുന്നു, ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരുന്നു, അതൊരു പ്രശ്നമല്ല. അപ്പോൾ അതൊന്നും അവർ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഈ നേമവും വട്ടിയൂർക്കാവും പോലെയുള്ള സീറ്റുകളുണ്ടല്ലോ അല്ലേ. നേമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നേമത്തെ എങ്ങനെയായിരുന്നു നേരത്തെ? അവിടുത്തെ പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ പിന്നെ അവർ സുരേന്ദ്രൻപിള്ളിയൊക്കെ ഇറക്കിയിട്ടുള്ള അതൊന്ന് ഓർമ്മിച്ചാൽ മതിയല്ലോ. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. നേമത്ത് UDF വോട്ട് ഇന്ത്യക്ക് എത്രയോ ചെറിയ ശതമാനമാണ് സുരേന്ദ്രൻപിള്ള എന്ന് UDF നിൽക്കുമ്പോൾ കിട്ടിയത്. അതെ അതെ. അപ്പോൾ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള സാഹചര്യം കൃത്യമായി ഒരുക്കി കൊടുത്തത് നമ്മൾ കോൺഗ്രസ് ആണ്. ഇനി ഇപ്പോൾ പോലും ഇപ്പം നടന്ന ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉത്തരവാദിത്വം ആർക്കാണ്? കെ മുരളീധരനാണ്. കെ മുരളീധരൻ വരുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു. ഗുണം ആർക്കാ കിട്ടുന്നത്? വളരെ കൃത്യമായി BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ, അത് തിരുവനന്തപുരം പോലത്തെ ഒരു കോർപ്പറേഷൻ, തലസ്ഥാനത്തെ കോർപ്പറേഷൻ കൊടുക്കുന്നു. അത് പോട്ടെ, BJPയുടെ ശക്തിയാവാം എന്ന് പറയും. പക്ഷേ അതിൻ്റെ അപ്പുറവും കൂടെ വായിക്കണം. എന്താണ്? കെ മുരളീധരൻ ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സീറ്റുണ്ട്. കെ മുരളീധരൻ ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇതാണ്, വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ഥാനാർത്ഥി ആരാ? BJPയുടെ പ്രസിഡന്റിനെ അവിടെ കണ്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നില്ല, കെ സുരേന്ദ്രനെ കാണുന്നില്ല, കുമ്മനം രാജേഷിനെ കാണുന്നില്ല, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല. അതൊന്നും അല്ലെങ്കിൽ ഇപ്പോഴും ചുമ്മാ നിൽക്കുന്ന എം ഡി രമേശിനെ കാണുന്നില്ല, അല്ലെങ്കിൽ വി മുരളീധരനെ കാണുന്നില്ല. ഇവരിൽ ഒരു നേതാവിനെയും ഇത്രയും വോട്ട് കിട്ടിയ വട്ടിയൂർക്കാവ് അവർ നിർത്തിയില്ല. പകരം അവർ നിർത്തുന്നതിന് കാരണം പറഞ്ഞാൽ എന്താ? മേയറാകുന്ന സമയത്തിന് സൗന്ദര്യപ്പണക്കം ഉണ്ടായതിൻ്റെ പേരിൽ BJPയിലേക്ക് വന്നിട്ട് എത്ര ദിവസമായി ഇവർ? ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാൻഡിഡേറ്റ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുജീവിതത്തിൻ്റെ ആ ഒരു ധാരയിൽ ഇല്ലാതിരുന്നു, അതിനെക്കുറിച്ച് ധാരണയില്ല, അങ്ങനെയുമില്ലാത്ത ഒരാൾ. അതുകൊണ്ടാണല്ലോ അവർ വന്നപാടെ MLAയോട് മുറി ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടെ. അത് പ്രശാന്ത് ഒരു മാന്യനായതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ അവരിയ്ക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ, ഇരിക്കുന്ന കസേരയിലല്ല എങ്ങനെ ജനങ്ങളോട് ഇടപെടുന്നു എന്നുള്ളതാണ് നല്ലതെന്ന് അങ്ങേർക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ അവരൊരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ നിർത്തിയപ്പോ ഇത് ഡീലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റും. ഇത് തന്നെയല്ല, ഈ ദേഹം മത്സരിക്കുമ്പോഴാണല്ലോ തൃശ്ശൂര് കോൺഗ്രസ് തൃശ്ശൂര് സ്ഥിരമായി പണ്ടും ജയിച്ചിരുന്നൊരു സ്ഥലമല്ല. അത് സ്ഥാനാർത്ഥി ആരാണ്? കരുണാകരന്റെ മകനാണ്. കരുണാകരൻ തൃശ്ശൂരിന്റെ എല്ലാമാണ്. എന്ത് മുഖ്യമന്ത്രി അല്ലാതിരിക്കുമ്പോൾ പോലും അവിടെ ചെന്നാൽ 1-ാം നമ്പർ മുറിയിലല്ലാതെ താമസിക്കാത്ത മനുഷ്യൻ. എല്ലാ സമയത്തും അവിടെ 1-ാം നമ്പറാണ് കെ കരുണാകരൻ. പിന്നെ കോൺഗ്രസിന്റെ ഈ പ്രധാന നേതാക്കൾക്കെല്ലാം ഇങ്ങനൊരു ഗുണവുമുണ്ട്. ഇപ്പോൾ സതീശൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ VSന്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷ് VSന്റെ ഒപ്പം നടന്ന ആളാണ്. കമ്മ്യൂണിസം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ ചെന്നെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അറിയുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ, സമീപകാല കേരളത്തിൽ, ഒന്നാമത് കരുണാകരൻ,
രണ്ടാമത് ആന്റണി, മൂന്നാമത് ഉമ്മൻചാണ്ടി. കരുണാകരന്റെ മകൾ പത്മജ. കരുണാകരനെ അറിയാത്തതും കോൺഗ്രസിനും അറിയാത്തതല്ലോ BJP-യിൽ. AK ആന്റണി മകൻ 9 സീറ്റായിരുന്ന കോൺഗ്രസിനെ പ്രധാന പാർട്ടിയായി തിരിച്ചു കൊണ്ടുവന്ന AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ളൊരു യൂത്ത് മൂവ്മെന്റാണ്. ആ ആന്റണിയുടെ മകൻ എവിടെ പോയി? KPCC പ്രസിഡന്റിന്റെ അനിയൻ ഏറ്റവും ഒടുവിൽ. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ, അതും BJP-യിൽ KPCC പ്രസിഡന്റ് ഒപ്പം നടക്കുകയാണ്. ഇപ്പൊ പ്രസിഡന്റാണ്. അത് ചോദിക്കുമ്പോൾ അത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതൊരു ഗുണമുണ്ട്. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് പലതും അറിയത്തില്ല, അവരത് കേൾക്കില്ല. അവർക്ക് അറിയാതെ വരുന്ന ചില സമയങ്ങളുണ്ട്. അതെ, ആ സമയങ്ങളിൽ പെട്ടതാണിത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ വി ഡി സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളും പറയുന്നു. വി ഡി സതീശന്റെ ഈ അടുത്ത കാലത്തിട്ടുള്ള ഈ പത്രക്കാരുടെ ഒരു സമീപനം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും ശരീരഭാഷയിൽ സൂക്ഷിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത കാലത്ത് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വി ഡി സതീശനെ പോലെ അത്രയധികം മോശമാണ്. ചോദ്യത്തിന്റെ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പത്രക്കാർ ചോദ്യം ചോദിക്കും, അതൊക്കെ അങ്ങ് പോ എന്ന് പറഞ്ഞ് നടന്ന് നീങ്ങാണ്. ആ ചോദിക്കുന്ന പത്രക്കാരന് ഒരു വിലയുമില്ല. അതാ ഡൽഹിയിൽ കണ്ടില്ലേ, എന്താണ് നിങ്ങൾക്ക് പിന്നെ അവരെ പഠിപ്പിക്കാൻ, ജേർണലിസം പഠിപ്പിക്കാൻ ചെന്നിട്ടില്ലേ, മറ്റേ ഈ ചോദ്യം 24 മണിക്കൂറിന് ലിസ്റ്റ് വന്നില്ല എന്നുള്ള ചോദ്യം. അത് എങ്ങനത്തെ ഒരാളാണ്? മുഖ്യമന്ത്രി ആവുമെന്ന് സ്വപ്നത്തിലേ എത്തിയിട്ടുള്ളൂ. അതെ, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മന്ത്രി. അപ്പം ശരിയാണ്, ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ക്യാബിനറ്റ് റാങ്കിലൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സതീശന് ഇതൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിൽ കൃത്യമായ പരാജയബോധം വന്നു. ആ ഒരു പരാജയബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലുള്ളത് നേരെ പറയാൻ സാധിക്കത്തില്ല. മറച്ചു വെക്കാൻ ഏറ്റവും എളുപ്പം ദേഷ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ വിട്ടുപോകുന്നതാണ്. അപ്പോൾ മറച്ചു വെക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഇത് ജനങ്ങളെ ബാധിക്കുന്നത് എവിടെയാണ്? ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ അന്ധരാക്കുന്ന രീതിയിൽ പ്രധാന വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. ഇപ്പോൾ മാറണം, മുദ്രാവാക്യം നമ്മൾ പോസ്റ്ററിലൊക്കെ വന്നു മാറണം. എവിടുന്നാ മാറേണ്ടത് സാധാരണക്കാരൻ ചോദിച്ചു തുടങ്ങി. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുസ്തകം കെട്ടി നിർത്തുന്നു മാറണോ? അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് ഏറ്റവും കുറയുന്നിടത്ത് മാറണം? എവിടുന്നാ മാറേണ്ടത്? ഓരോ രംഗത്തും മെച്ചപ്പെട്ടു എന്നുള്ളത് തെളിവ് സഹിതം, ദൃശ്യങ്ങൾ സഹിതം. ഇന്നത്തെ കാലത്ത് ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ ഇല്ല എന്നിങ്ങനെ അടച്ച് പറയുന്ന ഒരു സമീപനം, അത് വിലപ്പോവില്ല എന്ന് കാണുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പിന്നെ ഈ പുതിയ ഇത് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും വില പോകുന്നില്ല. അപ്പോൾ ഇന്നൊരു ഒരു പരസ്യം കണ്ടു, കേരളത്തിൽ തൊഴിലില്ലായ്മ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റ് നടത്തിയ PSC കേരളത്തിലെ PSC-യാണ്. നമ്മുടെ പോപ്പുലേഷൻ എത്രയാ? നമ്മുടെ എത്രയോ ഇരട്ടിയുണ്ട് UP-യിൽ. ഇനി അത് BJP ആണെന്ന് വെച്ചാൽ പോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നമ്മളേക്കാൾ എത്രയോ വലിയ ജനസംഖ്യയുണ്ട്. അവിടെ നടത്തിയിരിക്കുന്ന അപ്പോയിൻമെന്റ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. എന്നിട്ടും പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമാണ് കേരളത്തിൽ. പക്ഷേ അതിന് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വ്യാജ പ്രസ്താവനകളോ അല്ലെങ്കിൽ കള്ളങ്ങളോ ഒക്കെ പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്തത് എന്താണ്? അതെനിക്ക് വലിയ അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറഞ്ഞ് ചോദ്യം ചെയ്യും? ഞാൻ ചോദിക്കുന്നത്, 1-2 മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉടനെ തന്നെ അവരെ അങ്ങ് തള്ളിക്കളയും. അത് വളരെ വ്യക്തമല്ലേ. ഈ മാധ്യമങ്ങൾക്കൊരു അജണ്ട ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ പലരും ചോദിക്കാൻ, മനസ്സിലുള്ള ചോദ്യങ്ങളെ ഒതുക്കി വെക്കാൻ നിർബന്ധിക്കും. കോൺഗ്രസ് ഇപ്പോൾ പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളെ കുറിച്ച് ചോദിക്കുന്നേ ഇല്ല ആരും. അത് ചില ചാനലുകൾ പോയി അവിടെ മനോഹരമായി കാണിച്ചു തന്നു, അവിടെ ഒന്നുമില്ല, പുല്ലുപോലും കിളിർത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ബോർഡ് പോലും ഇല്ല എന്നുള്ള കാണിച്ചിരുന്നത്. പക്ഷേ സതീശൻ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രസ്താവന നടത്തുമ്പോൾ നിങ്ങൾ അതെന്തായി എന്ന് ചോദിക്കുന്നില്ല ആരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല, അത് കൃത്യമായി മാധ്യമങ്ങൾക്കും അറിയാം. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളിൽ എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് ചരിത്രം മാധ്യമങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതൊന്നും ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നറിയാൻ ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ കോൺഗ്രസ് ഒരു വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും 100 കണക്കിന് വീട് വെക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനെപ്പറ്റിയിട്ടൊരു ചോദ്യത്തിന്റെ ആവശ്യം ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം. ഒരാൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ 200, 300 എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. അല്ല, ഇവര് ഒരു കാര്യം ഓർക്കണം, ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് സംഭാവന കൊടുക്കരുതെന്ന് പറഞ്ഞവരാണ്, കൊടുക്കാത്തവരാണ്. എന്നിട്ട് അത് വളരെ കൃത്യമായി ഒരു കേരളത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട്, കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട്, കേന്ദ്രത്തിൻ്റെ എല്ലാ എതിർപ്പിനെയും അവഗണിച്ച് ഈ രീതിയിൽ നല്ല സുന്ദരമായ ഒരു ടൗൺഷിപ്പ് അവിടെ പണിതുയർത്തപ്പോൾ സത്യത്തിൽ മാധ്യമങ്ങളിൽ കിട്ടിയ സമയം എത്ര കുറവാണ്.
മാധ്യമങ്ങളിൽ കിട്ടിയ ഇത്രയൊന്നും പോരല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ അതൊരു കാണിക്കുന്നത്. ചരിത്രമല്ലേ, ചരിത്രമാണ്. ലോകത്ത് എവിടെയുണ്ട്? അതെ, ലോകത്ത് ഈ പറഞ്ഞ പോലത്തെ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കവും ഭൂകമ്പവും അങ്ങനെ ഉണ്ടായി ജനങ്ങൾ പാടെ ഇല്ലാതാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങൾ ഇല്ലാതാവുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവമുണ്ടോ ചൂരൽമല പോലെ? അത് ഈ കേരളമാണ് കാണിച്ചത്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു LDF മാത്രം വെച്ചു, കേരളത്തിന്റെ അതിനെ പോലും ചെറുതാക്കി കാണിക്കുന്നു എന്നുള്ളതിലാണ് സങ്കടം. കാരണം കേരളത്തിലെ സാധാരണ മനുഷ്യൻ, ഇടതുപക്ഷ നിൽക്കുന്നവർ മാത്രമല്ല, ഇവർ പറഞ്ഞിട്ടും കേൾക്കാതെ നമുക്ക് സംഭാവന നൽകിയ മനുഷ്യർ. UDF-ഉം BJP-യും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് ഉള്ളിൽ വിശ്വസിച്ച കോൺഗ്രസ്സുകാരെ BJP അങ്ങനെ ചെയ്യുന്ന മനസ്സിലാക്കുക. അവരങ്ങനാണ്, അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണ്. കേരളത്തെ നശിപ്പിക്കുക എന്നുള്ളത് BJP-യുടെ ഒരു അജണ്ടയാണ്. പക്ഷേ ഈ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഒട്ടും മനസ്സിലാകാത്തത്. UDF എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് തീരെ മനസ്സിലാകാത്തത്. കാര്യം അവർക്ക് ഇനി ഒരു പക്ഷേ അധികാരം കിട്ടുന്നുള്ള ഒരു മോഹമുള്ളവർക്കാണല്ലോ, മറ്റവർക്ക് അതില്ലല്ലോ. ശരിയാണ്. പിന്നെ അധികാരം കിട്ടുന്നുള്ള ഒരു പിന്നെ വ്യാമോഹത്തിന്റെ ആവശ്യമില്ല BJP-യെ സംബന്ധിച്ച്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും ഉള്ളപ്പോൾ അതെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കോൺഗ്രസിന് കഴിയാത്തതിന് ഒരൊറ്റ കാരണവും ഇവരുടെ അന്ധമായ ഇടതുപക്ഷ വിരോധം. അന്ധമായ ഇടതുപക്ഷം. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് ശക്തിയില്ലാതെ ഇന്ത്യ രാജ്യത്ത് കഴിയുകയില്ലെന്ന് അവരുടെ വലിയ നേതാക്കൾക്കൊക്കെ അറിയാം. പക്ഷെ ആ വലിയ നേതാക്കളല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലത്തോട്ട് ഇപ്പം ആ വലിയ നേതാക്കൾക്ക് അടുത്തുവരെ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തകർച്ച എവിടം വരെ എത്തും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നാളെപ്പറ്റി പോലും നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് അത് ആണ്ടുപോകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിനൊരു ഉദാഹരണമാണ്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇതിനൊക്കെ അപ്പുറമാണ് ജനം. ജനങ്ങൾക്കറിയാം വിധി എഴുതുന്നത് എന്ത് കണ്ടിട്ടാണ്. ഇവരെത്ര കാലം മൂടി വെച്ചാലും ഒരു കാലത്ത് ഈ ജനമനസ്സിൻ്റെ ഒരു കൊടുങ്കാറ്റുണ്ട്. ആ കൊടുങ്കാറ്റിൽ ഈ പൂഴി, ഇത് മറച്ചിരിക്കുന്ന ഈ മണ്ണ് ഒക്കെ പറന്നു പോകും. അതെല്ലാം പറന്ന് ഇതിനടിയിലുള്ള കാതിൽ പുറത്തു വരും. യാഥാർത്ഥ്യങ്ങൾ എന്താണ് നമ്മുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ? ആ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും, ഞാൻ പറയട്ടെ, ഇടതുപക്ഷം തോറ്റ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിച്ച തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പിലും BJP ജയിച്ച തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ അവരുടെ വിധിയെഴുത്തുകൾ ശരിയല്ല എന്ന് ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് നോക്കി പറയാൻ കഴിയില്ല. നമ്മൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പാളിച്ചകൾ വന്നപ്പോഴാണ് പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ജനങ്ങൾ കൃത്യമായി വിധി എഴുതും. ഇതെല്ലാം ഈ കാറ്റ് മാറ്റിക്കളയും, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. ഇടതുപക്ഷത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ സമാനതകളില്ലാത്തതാണെന്ന്, ലോകത്ത് പകരമൊന്ന് കാണിക്കാനില്ലാത്തതാണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ആ ജനതയെ ആർക്കും ഉറക്കിക്കെടുത്താനാവില്ല. ആ ജനതയുടെ കണ്ണാർക്കും മറച്ചു വെക്കാനാവില്ല. എല്ലാം മറഞ്ഞു പോയാലും അവരുടെ മനസ്സിലെ ചിന്തകളെയും തടഞ്ഞു നിർത്താനാവില്ല. അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കൃത്യമായി വിധി എഴുതാൻ കഴിയുന്ന രീതിയിൽ കേരള ജനത ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളൊരു സംശയവുമില്ല. വൈജു.